ഒരു ദിവസം ഏതാണ്ട് 40,000 പേരാണ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലൂടെ യാത്ര ചെയ്യുന്നത്. 2 പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് യഥാർത്ഥ വഴിയിലൂടെ അല്ലാതെ ഒരാൾക്ക് അനായാസം പ്രവേശിക്കാനും പോകുവാനും സാധിക്കും. കെയറായി കഴിയും. അപ്പോൾ അതിനെതിരായിട്ട് അവിടെ ഒരു സ്ട്രിക്റ്റ് ആക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം തന്നെ ഒന്നാമത് ഇവിടെ ഒരു ചെക്കിംഗ് കൗണ്ടർ ആവശ്യമാണ്. കാര്യം തന്നെ വരുന്നവരെല്ലാം ടിക്കറ്റ് ഉള്ളവരാണോ പോകുന്നത് അല്ലയോ എന്നുള്ളതൊരു ചെക്കിങ്ങിൻ്റെ ആവശ്യമാണ്. പിന്നെ ഈ ആൽക്കഹോൾ വഗേറെ യൂസ് ചെയ്യുന്നവരെ അതിനുവേണ്ടിയുള്ള ചെക്കിങ് സ്ട്രിക്റ്റ് ആക്കണം. ഒറ്റയ്ക്ക് പോകാൻ തന്നെ പേടിയാണ്, നമുക്ക് ആരെയും വിശ്വസിക്കാൻ ഒക്കത്തില്ലല്ലോ. സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ കാര്യമായ സുരക്ഷകളൊന്നും തന്നെ ഇല്ല. അതുപോലെ പട്ടികളുടെ ശല്യങ്ങൾ, പല വഴിക്കൂടെ ഇറങ്ങാനും കയറാനുമുള്ള സൗകര്യങ്ങൾ പണ്ടൊന്നും അങ്ങനെയല്ല. പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാതെ പ്ലാറ്റ്ഫോമിലോട്ട് കയറാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെയുള്ള ഒരു ഭയമില്ലാതെ ആർക്കും ഏത് സമയത്തും ഇതിലേക്കൂടെ കയറാനും ഇറങ്ങാനും എല്ലാം പറ്റും. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് അധികം പേരും എത്തുവാൻ ഉപയോഗിക്കുന്ന കുറുക്കു വഴിയാണിത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 100 മീറ്റർ മാത്രമേ ഇവിടേക്ക് ദൂരമുള്ളൂ. രാത്രിയായാൽ സാമൂഹ്യ വിരുദ്ധരുടെ പ്രധാന കേന്ദ്രം. ഏതാനും ദിവസം മുമ്പ് കൊടിമരം ജോസ് എന്ന കൊടും കുറ്റവാളി 2 യുവാക്കളെ അപഹരിച്ച് പണം കവർച്ച ചെയ്യാൻ ശ്രമിച്ചതും ഈ ഭാഗത്ത് വച്ചാണ്. ഇതിലൂടെയാണ് നിരവധി ആളുകൾ ഓരോ ദിവസവും റെയിൽവേ സ്റ്റേഷനിലേക്ക് എളുപ്പമാർഗത്തിൽ എത്തുന്നത്. ഒരു രീതിയിലും ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ഒരു ഏരിയയായി മാറി. കാരണം അതൊരു ട്രാക്കിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം റെയിൽവേ ചെയ്യേണ്ട ഒരു കാര്യം. അങ്ങനെയാണ്. കാരണം ക്രോസിംഗ് ഒഴിവായാൽ തന്നെ അവിടെ ഈ പറയുന്ന ആൾക്കാർ പിന്നെ വന്ന്, കാരണം അവർക്കൊരു എക്സിറ്റ് ഇല്ലാതാവും. ഇതിപ്പോൾ അവർക്ക് ഏത് വഴി വേണമെങ്കിലും എക്സിറ്റ് ചെയ്യാം. ആർക്കും റെയിൽവേ പോലീസിനാണെങ്കിലും അല്ലെങ്കിൽ പോലീസിന് പോലും പലപ്പോഴും നിസ്സഹായരായി നിൽക്കുന്ന ഒരവസ്ഥ അവിടുത്തെ ഒരു സാഹചര്യം ഇപ്പോൾ ഓപ്പണായി കിടക്കുന്നുകൊണ്ടുണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പേഴ്സിലേക്ക് വിളിച്ച് ഒരു ഇത് കിട്ടുന്നതിന് പകരം ട്രെയിനിനുള്ളിൽ ഓരോ ട്രെയിനിൽ പോകുന്ന സമയത്ത് തന്നെ അതിനായിട്ടൊരു ഡെഡിക്കേറ്റഡ് ഒരാൾ ഓരോ ട്രെയിനിൽ, അത് പ്രത്യേകിച്ച് ലോങ് ഡിസ്റ്റൻസ് ട്രാവലിലുള്ള ട്രെയിൻസിൽ വെക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കയറുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു എൻട്രിയിലേക്ക് നമ്മുടെ ഈ മെട്രോ സിസ്റ്റത്തിലൊക്കെ ഉള്ള പോലെ ഒരു എന്താ പറയുക സ്കാൻ ചെയ്ത് കയറുന്ന രീതിയിലോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ കുറേയൊക്കെ ഒരു കൈൻഡ് ഓഫ് റെസ്ട്രിക്ഷൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ട്രെയിനിനുള്ളിലെ സുരക്ഷ പോലെ തന്നെ പ്രധാനമാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ സുരക്ഷയും. മെട്രോ സ്റ്റേഷനുള്ളിൽ ആളുകൾ പ്രവേശിക്കുന്നത് പോലെയൊന്നുമില്ലെങ്കിലും ഒരു മതിൽ കെട്ടിയാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഇനിയും വച്ചു വൈകിപ്പിക്കരുതെന്നാണ് അധികാരികളോട് പറയാനുള്ളത്. മനോജ് മാർശ്ശേരിക്കൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.